മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേൾക്കാൻ പോകുന്നത്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്ത് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നർത്ഥമുള്ള ബൊവനർഗസ് എന്ന് പേര് നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, പീലിപ്പോസ്, ബർത്തുലോമിയ, മത്തായി, തോമസ്, ഹൽപ്പായുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്ത. ഏറ്റവും ഹ്രസ്വമായ രീതിയിൽ കർത്താവിൻ്റെ സുവിശേഷം രേഖപ്പെടുത്തുകയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മർക്കോസ് ശ്ലീഹായുടെ ഭാഗത്തു നിന്നാണ് നാം വായിച്ചു കേട്ടത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈശോ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു. അവർ സമീപത്ത് അവൻ്റെ എത്തി തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനുമായിട്ടാണ്. ദൈവവിളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന കാര്യമാണ്, തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് വിളിക്കുന്നത്. ഈ വിളിക്കുന്നവർക്ക് ഒട്ടേറെ കുറവുകളും പരിധികളും പരിമിതികളും ഉണ്ടെങ്കിൽ തന്നെയും കർത്താവ് അവരെ കൂടുതലായി ഇഷ്ടപ്പെടുന്നു എന്നതാണ്. സാധാരണ മനുഷ്യരെയാണ് ഈശോ തിരഞ്ഞെടുക്കുക. ആഗസ്റ്റ് 4-ാം തീയതി നമ്മൾ ജോൺ മേരി വിയാനിയുടെ തിരുനാളാണ് ആഘോഷിച്ചത്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായ, അധികം വിദ്യാഭ്യാസമില്ലാത്ത, ഒരുപക്ഷെ സെമിനാരിൽ നിന്ന് പോലും പുറത്ത് ആക്കപ്പെട്ട ഒരാളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഈശോയ്ക്ക് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഈശോ അവനെ തിരഞ്ഞെടുത്തു. ഇതുപോലെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് ഈശോ തിരഞ്ഞെടുക്കുന്നത്. ഈശോയെ ഇഷ്ടമുള്ളവരെ മാത്രമല്ല, ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെ ഈശോ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈശോ തിരഞ്ഞെടുക്കാനുള്ള കാരണം 2 കാര്യങ്ങളാണുള്ളത്. തന്നോട് കൂടെ ആയിരിക്കുക, ഈശോയുടെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ച് ഈശോയെ നുകർന്ന് ഈശോയാകുന്ന മാധുര്യം നുണഞ്ഞ് ഈശോയുമായി ഒന്നു ചേരുന്ന ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കൂടിയാണ് ഈശോ പ്രകാരം ചെയ്യുക. ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിന് ശേഷം ശിഷ്യന്മാർ പോലും ഈശോയോട് കൂടെ 3 വർഷക്കാലം ജീവിച്ചു. ഈശോയെ കണ്ടും കേട്ടും അനുഭവിച്ചും സ്പർശിച്ചും ഈശോ ആരാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ ആണ് ഈശോ ചേർത്തിരിക്കുക. ഈശോയുടെ അടുത്തായിരിക്കുക എന്നതാണ് കാര്യം. അപ്പോൾ ഈശോയുടെ അടുത്തിരുന്ന് നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുമ്പോൾ ഈശോയിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ ലഭിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയും അങ്ങനെ ഈശോയെ പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈശോ അവരെ വിളിച്ചത് അടുത്തിരിക്കുക മാത്രമല്ല, ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കാൻ വേണ്ടി കൂടിയാണ് ഈശോ അവരെ തിരഞ്ഞെടുത്തിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്നും ഈശോ ഈ തിരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് ഓരോ മനുഷ്യരെയും വിളിക്കുന്നത്. തൻ്റെ സുവിശേഷം, ദൈവരാജ പ്രഘോഷണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈശോ സമയാസമയങ്ങളിലും കാലാകാലങ്ങളിലും സാധാരണ മനുഷ്യരെ തിരഞ്ഞെടുത്ത് സ്വന്തമാക്കി വചനം പ്രഘോഷിക്കാനായിട്ട് വിളിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും ഈ വചന പ്രഘോഷണം നാം നടത്തുകയാണ് ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം സ്വീകരിക്കാനും കർത്താവിന് കൂടി ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും വിളിക്കപ്പെടാൻ നമുക്ക് സാധിക്കണം. ഈ ആധുനിക നൂറ്റാണ്ടിലെ തീർച്ചയായും കർത്താവിനോട് കൂടി ചേർന്ന് നിൽക്കാനായിട്ട് ഈശോ നിരന്തരം നമ്മെ വിളിക്കുകയാണ്. വേദപാഠ പഠനത്തിലൂടെ, സുവിശേഷ പ്രഘോഷങ്ങളിലൂടെ, നല്ല പുസ്തകങ്ങളിലൂടെ, വചന പ്രഘോഷണങ്ങളിലൂടെ ഒക്കെ ഈശോ നമ്മെ അടുത്തിരിക്കാൻ വിളിക്കുകയാണ് ചെയ്യുക. അതിൽ നിന്നും ശക്തി സംഭരിച്ച് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ആത്മധൈര്യത്തോടു കൂടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. 100% കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ, 100% കർത്താവിന് വേണ്ടി ജീവിക്കാൻ, 100% കർത്താവിന് വേണ്ടി മരിക്കാൻ നാം തയ്യാറാകണം. ഈ ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളുള്ള കാലഘട്ടത്തിൽ തീർച്ചയായും ഇപ്രകാരമുള്ള
ദൈവിക ചിന്തയോടുകൂടി കർത്താവിലൂടെ ആയിരിക്കുക എന്നതും കർത്താവിന് പ്രസംഗിക്കുക എന്നതും ദൗത്യം നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ അടുത്തിരിക്കാനും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാനും ദൈവം നിങ്ങളെ വിളിക്കട്ടെ. സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.